നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത് അനുകൂലവും പ്രതികൂലവുമായി തീരാം. എന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു, അഥവാ 2 ദിവ്യ ഇലകളാകുന്നു. അതിൽ ആദ്യത്തേത് കൂവളവും രണ്ടാമത്തേത് തുളസിയുമാകുന്നു. ഈ 2 ദിവ്യ ഇലകളിൽ ഒരില നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുൻപായി ഏവരും കമന്റ് ബോക്സിൽ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ദിവ്യ ഇലയായ പരമശിവന്റെ വിശേഷപ്പെട്ട ഇലയായ കൂവള ഇലയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അത് നിങ്ങൾക്കോ നിങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ ഉണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അതൊരൽപ്പം ആശ്വാസം ലഭിക്കുന്ന സമയമാണ് എന്ന് പറയാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ആയുസ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ചില ചെറുതോ അല്ലെങ്കിൽ വലുതോ ആയ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കാകാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു, അല്ലെങ്കിൽ അത്തരം പരിഹാരങ്ങൾ ഫലപ്രദമായി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശ്വര കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുക തന്നെ ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. പുതിയ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുന്ന ഇത്തരം അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും നേട്ടങ്ങൾ കൊയ്യേണ്ടതും നിങ്ങൾ തന്നെയാകുന്നു. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഭഗവാനെ മുടങ്ങാതെ നിങ്ങൾ ആരാധിക്കേണ്ടതാകുന്നു. ആഗ്രഹങ്ങൾ നടക്കും. എന്നിരുന്നാൽ പോലും അല്പം കാലതാമസം ചില ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന ഉറപ്പ് അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാകുന്നു. കാലതാമസം നേരിടുമ്പോൾ എപ്പോഴും മനസ്സിൽ ചിന്തകൾ പലവിധം വന്നു ചേരും. അത്തരത്തിൽ വന്നു ചേരുന്ന നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അല്പം കാത്തിരുന്നാണ് എങ്കിലും അത് ജീവിതത്തിൽ സംഭവിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് മടി തന്നെയാകുന്നു. ആലസ്യം പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ മാറ്റിവെക്കുന്നവരാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റിവെച്ച കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാതെ ശരിയായ സമയത്ത് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. ക്ഷീണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക.
ജോലിയിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പല അവസരങ്ങളിലും ജോലിയിൽ വ്യക്തമായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ശ്രദ്ധിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. അത് പല രീതിയിലും ദോഷകരമായി നിങ്ങളെ ബാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സാമർഥ്യം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത കൈവരിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണും എന്ന കാര്യവും ഓർക്കുക. കുടുംബത്തിൽ സ്വസ്ഥത വന്നു ചേരും. സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. പ്രയോജനകരമായ ആശയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ഇലയായ ദിവ്യ ഇലയായ തുളസിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അഭീഷ്ടസാധ്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങളിൽ അല്പം കാലതാമസം നേരിടുവാനുള്ള സാധ്യതകളുമുണ്ട്. ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ആഡംബരപൂർണമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശ്രമങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അത്ഭുതകരമായ ചില നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇനിയും അത്തരം സാധ്യതകളുണ്ട് എന്ന കാര്യം ഓർക്കുക. ആഗ്രഹങ്ങൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതാകുന്നു. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരാശ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ സ്വയം തിരുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് കഴിവുള്ളവരാണ് നിങ്ങൾ എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്ത് തന്നെ വന്നു ചേരുന്നതായ അവസരങ്ങൾ കടന്നു വരും. അതിന് താമസമില്ല എന്ന കാര്യവും ഓർക്കുക. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സാമ്പത്തികപരമായ ഉയർച്ച അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുകയും അത് വിചാരിച്ചതുപോലെ ജീവിതത്തിലേക്ക് കടന്ന് വരാത്തതായ അവസ്ഥകളുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് പരമായി അല്പം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ, വഴികൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള വഴികൾ വന്ന് ചേരുന്നതുമാകുന്നു. ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പരസഹായം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതില്ലാതെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ, ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അഥവാ ഈശ്വര നിശ്ചയത്താലാണ് എന്ന് മനസ്സിലാക്കുക. ഭാവിയിൽ വന്നു ചേരേണ്ട ശുഭകരമായ കാര്യങ്ങൾ, അതിന് മുന്നോടിയായി ദുഃഖങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരം ദുഃഖങ്ങളിലൂടെയാകാം നിങ്ങൾ കടന്നു പോകുന്നത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കില്ല എന്നല്ല. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാനായി തന്നെ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകുന്ന അനുഗ്രഹം തന്നെയാകുന്നു. മറ്റുള്ളവരെ പലപ്പോഴും കുറ്റപ്പെടുത്താത്തവരാണ് നിങ്ങൾ. എന്നാൽ തിരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സ്വസ്ഥത നശിപ്പിക്കുന്നു എന്ന് പറയാം. എന്നാൽ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അതായത് അനുകൂലമായി കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും.
കാപട്യങ്ങൾ നിറഞ്ഞ ആൾക്കാരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അലസത ഒഴിവാക്കേണ്ടതാകുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരും.